ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി അവർ ഒരുമയോടെ, അവർക്കിടയിൽ ഗ്രൂപ്പിസമില്ല, രാഷ്ട്രീയ വൈജാത്യമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ഏകോദര സഹോദരന്മാരെ പോലെ പൊതു നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടു. ആ ഒരു മെജോറിറ്റി അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله مولانا. നമ്മുടെ ഈ മഹത്തായ ചടങ്ങിനെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ MLA അഹമ്മദ് ദേവർകോവിൽ സാഹിബ് അവരുടെ ഏതായാലും പാണക്കാടത്ത് തങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ സക്കീർ സാഹിബ് സെക്രട്ടറി, പിന്നെ അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ഇവിടുത്തെ പ്രസിഡന്റ് AP അഹമ്മദ് ഹാജി, കൗൺസിലർമാർ, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യം. ഇന്ന് MLA ഉദ്ഘാടന പ്രസംഗവും കൂടി ആയപ്പോൾ ഇനിയുള്ള ഒരു പ്രസംഗം എന്തിനാണെന്ന് മനസ്സിലാകുന്നു. കാരണം 3 പേരും വളരെ കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ ഭംഗിയായി തന്നെ ഇവിടെ പറയുകയാണ്. 163 കൊല്ലങ്ങൾക്ക് ശേഷം 163 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ കണ്ണമ്പറമ്പ് മക്ബറയിലേക്ക് അല്ലെങ്കിൽ ശ്മശാനത്തിലേക്ക് ഒരു ഇലക്ട്രിക് വാഹനമാണ്. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ബഹുമാനപ്പെട്ട MLA ചെറിയ നിരക്ക് സൂചിപ്പിക്കുകയുണ്ട്. റോബിൻസൺ എന്ന അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ട് ഞാൻ ഒന്ന് വായിച്ചത് ഇപ്പോൾ ഓർമ്മ. റോബിൻസണോട് അന്നത്തെ മലബാറിലെ ബ്രിട്ടീഷ് ഭരണാധികാരി AD 1858 1858 കോളറയുടെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും റോബിൻസൺ 1858 തന്നെ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം കുറേയേറെ കാരണങ്ങൾ പറഞ്ഞു. കുടിവെള്ളത്തിന്റെ പ്രശ്നവും കൊതുക് ശല്യവും ഇതൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ഊന്നി പറഞ്ഞത് ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇവിടത്തെ ജനസംഖ്യ ക്രമാതീതം കൂടുതലാണ്. രണ്ടാമത്തത് പ്രിസൺസ് ഓഫ് മുസ്ലിം ഗ്രേവ് യാർഡ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. അഥവാ ഇവിടെയുള്ള 7 പള്ളികൾ കാണുന്നതെന്ന് അദ്ദേഹം എഴുതി വെച്ചത്. 7 പള്ളികളിൽ ഈ മക്ബറകളുണ്ട്. അവിടെ മൃതദേഹം അടക്കം ചെയ്യുന്നത് കൊണ്ട് സമീപത്തെ കിണറുകളിലൊക്കെ വെള്ളം തൊടുവരുന്നുണ്ട്. ആകയാൽ റോബിൻസൺ അന്ന് മലബാർ ഭരണാധികാരിക്ക് ശുപാർശ ചെയ്യുന്നത് ഈ പരിസരത്തെ പള്ളികളിൽ മറമാടുന്ന സ്വഭാവം മാറ്റി ഒരു കേന്ദ്രീകൃത ശ്മശാനം വരണം. അങ്ങനെയാണ് നേരത്തെ MLA സാർ പറഞ്ഞതുപോലെ 5.25 സ്ഥലം ഈ കണ്ണമ്പറമ്പിൽ കണ്ടെത്തുന്നത്.
പക്ഷെ 1762 ഈ കച്ചവടം നടക്കുന്നതും അതുപോലെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ 758 ഉണ്ടായ കോളറ അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ണമ്പറമ്പിൽ പരിസരവാസികളെ മരണം ചെയ്യാറില്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നെ AD 1890 രണ്ടാമത് വീണ്ടും കോളറ വന്നു. ആ കോളറ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ 800-ലധികം ആളുകൾ കോളറ ബാധിച്ചു മരിച്ചു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ഒരു പൊതു ശ്മശാനം എന്ന ചിന്ത വരുന്നത്. പക്ഷേ ഈ കണ്ണമ്പറമ്പിൽ എല്ലാവരെയും കൂടി മറവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ശക്തമായി എതിര് നിന്നിരുന്നു. കോളറ കഴിഞ്ഞുപോയതിനാൽ രണ്ടാമത് കോളറ വന്നപ്പോ വീണ്ടും ഈ കേന്ദ്രീകൃത ശ്മശാനം എന്ന ചിന്ത തലപൊക്കി. പക്ഷെ തീരുമാനം വരുന്നത് 1890 കോളറ തുടങ്ങി. ആ കോളറ കഴിഞ്ഞ് 1900 ആകുമ്പോഴാണ് നമുക്ക് പൊതുവായ ഒരു ഖബർസ്ഥാൻ വേണം എന്ന തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ 1901 ഈ കണ്ണമ്പറമ്പ് ശ്മശാനം പൊതു ശ്മശാനമായി അംഗീകരിക്കപ്പെട്ടു. പിന്നെ 1935 ഒക്കെ കോളറ വീണ്ടും വന്നു. ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല. 5.25 ഏക്കറിൽ നമ്മൾ ആരംഭിച്ച ശ്മശാനം കുറെ കഴിഞ്ഞപ്പോ അത് ഇന്ന് 13 ഏക്കറിലധികം സ്ഥലം ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ തുടങ്ങി വെച്ച ആയത്തിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. വലപ്പത് കർമ്മ ബനി ആദം, ഈ മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ അറ്റത്തെ ഓണർ വലിയ ആദരവ് നൽകിയിട്ടുണ്ട്. ആ ആദരവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മരണത്തോടുകൂടി തീരുന്ന ആദരവല്ല. ആ മനുഷ്യൻ ജീവിക്കുമ്പോഴും മരണപ്പെട്ടാലും എല്ലാമുള്ള ആദരവാണ്. ആ ജീവിക്കുമ്പോഴും മരണപ്പെട്ടാലും ഒക്കെ അവനെ കൊണ്ടുപോകാൻ ആവശ്യമായ, യാത്ര ചെയ്യാൻ ആവശ്യമായ വാഹനം. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ യാത്ര ചെയ്യൽ നമുക്ക് പരിചയമുള്ള കാറുകളോ 4 വീലറുകളോ 2 വീലറുകളോ ഒക്കെ ആയിരിക്കും. എന്നാൽ കയറ്റുന്നതിന് സുഹൈർ എന്ന ഒരു കവി പറയുന്നുണ്ട്, പുല്ലുബലി പുല്ലുബലി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ 6 കാലുള്ള വാഹനത്തിലാണ് കൊണ്ടുപോകേണ്ടത്. മയ്യിത്ത് കെട്ടിൽ എന്ന ചിന്ത എവിടെ നിന്ന് വന്നു? ഇത് മയ്യിത്തിന് ഡീസന്റ് ബറിയൽ എന്ന് പറയുന്ന റൈറ്റാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരാന്നറിയോ? മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 21 21ാമത്തെ ഭരണഘടനയുടെ വകുപ്പ് എന്താ പറയുന്നത്? റൈറ്റ് ടു ലൈഫ് എന്നാണ്. ആ 21ാമത്തെ ഭരണഘടനയുടെ ആ വകുപ്പ് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി 1-ലധികം കേസുകളിൽ, ഒരൊറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ആശ്രയ അധികാർ എന്ന് പറയുന്ന ആശ്രയ അധികാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2002 സുപ്രീം കോടതിയുടെ കേസാണ്. AIR റിപ്പോർട്ട് ചെയ്ത കേസുകൾ. ആ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, മരണത്തോടുകൂടി മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ്സ് അവസാനിക്കുന്നില്ല. ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മരണപ്പെട്ട ആളുടെ ഡീസന്റ് ബറിയൽ എന്ന് പറയുന്നതിനെ നമ്മുടെ കോടതി ഉയർത്തിപ്പിടിച്ചത്. ഞാൻ ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഥവാ തിഹാർ ജയിലിന്റെ പരിസരത്ത് നിന്ന് അഫ്സൽ ഗുരുവിന്റെയും അതുപോലെ അവിടെ തൂക്കിലേറ്റി അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ട മറ്റൊരു മുസൽമാന്റെയും ഖബറിടം അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ആ തള്ളിയ ജഡ്ജ്മെന്റിൽ മിനിയാന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യന് അടിസ്ഥാനപരമായി ഭരണഘടന നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടാണ്, അത് മൗലികാവകാശമാണ്. ഈ മൗലികാവകാശം മരണത്തോടുകൂടി ഇല്ലാതാകുന്നില്ല.
ആശ്രയാധികാർ എന്ന് പറയുന്ന വേഴ്സസ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ നേരത്തെ ഇതേ കോടതി ഉയർത്തിപ്പിടിച്ചതുപോലെ മരണപ്പെട്ടാലുള്ള അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അഫ്സൽ ഗുരുവിന്റെയും കൂടെയുള്ള ആളുകളുടെയും ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കബറിൽ നിന്ന് മാന്തി മറ്റെവിടെയെങ്കിലും വലിച്ചെറിയണം എന്നത് മതേതര രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ലോകത്തുള്ള മനുഷ്യനിർമ്മിത ഭരണഘടനകൾ ഡീസന്റ് ബറിയൽ, റൈറ്റ് ടു ഡീസന്റ് ബറിയൽ എന്നത് ഒരു റൈറ്റായി അവകാശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനാണ് ലോകത്ത് ആദ്യമായി വലഖദ് കർറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. അവന്റെ ജനനത്തിന് പ്രത്യേകതയുണ്ട്, ജീവിതത്തിന് പ്രത്യേകതയുണ്ട്, അവന്റെ പെരുമാറ്റങ്ങൾക്ക് ചട്ടങ്ങളുണ്ട്, അവന്റെ മരണത്തിന് പ്രത്യേക നിയമമുണ്ട്, മരണാനന്തര ചടങ്ങുകൾക്ക് പ്രത്യേകമായ കൃത്യമായ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും. മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ജീവികൾ അഥവാ ചത്തുപോയാൽ, ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നമ്മുടെ ചില കോഴിക്കച്ചവടക്കാർ റോഡിൽ ആ മാലിന്യം തള്ളുന്നത് പോലെ തള്ളുകയോ ചെയ്യാൻ പറ്റില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ടേപ്പ് ചെയ്ത് കോഴിക്കച്ചവടക്കാരോ മാംസക്കച്ചവടക്കാരോ കണ്ടെങ്കിൽ റോഡ് സൈഡിൽ ഇത് ഡംപ് ചെയ്യുന്നൊരു സ്വഭാവം ഒരിക്കലും പാടില്ല. ഞാനിങ്ങനെ ആലോചിക്കും, ഈ ഗോപത നിരോധനം പറഞ്ഞാൽ കോഴിയുടെ കൂടി നിരോധനം ഏർപ്പെടുത്താൻ വേണ്ടത് ശരി. കാരണം മനുഷ്യന് ഈ മണത്തിട്ട് പല സ്ഥലത്ത് കൂടി പോകാൻ പറ്റുന്നില്ല. കാരണം രാത്രി ആളുകൾ കിടന്നുറങ്ങുമ്പോൾ മാലിന്യം കൊണ്ട് ജനങ്ങൾ താമസിക്കുന്ന അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വലിച്ചെറിയ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ശാപത്തിന് വിധേയമാകുന്ന കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്. ആ ശാപത്തിന് ഏറ്റവും കൂടുതൽ വിധേയമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എഴുതിയത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ദുർഗന്ധമുണ്ടാക്കുന്ന അഴുക്ക് കൊണ്ടുപോയിടുന്നവർ എന്നാണ്. ഇത് 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ ഓർമ്മ പ്രസംഗിക്കാനല്ലോ ഉഷാറ. രാത്രി ആരും കാണാതെ ഈ മാലിന്യം കൊണ്ടുപോയിട്ട് തെരുവ് സൈഡിൽ, റോഡ് സൈഡിൽ കൊണ്ടുപോയി തട്ടും. കോഴി നിരോധിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, നിരോധിച്ച അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പം തോന്നിപ്പോകും. ഞാൻ പറഞ്ഞത് ജീവൻ പോയാലും ഇല്ലെങ്കിലും ഒക്കെ ആദരവ് നൽകണം എന്നാദ്യം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ്. മദീന പള്ളിയിൽ ഇടക്കിടക്ക് തൂക്കുജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ വഫാത്തായ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീയുടെ സംസ്കരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നു. സാധാരണ ആ സ്ത്രീ വന്ന് വൃത്തിയാക്കുന്ന സമയമായിട്ടും ആ സ്ത്രീയെ കാണാത്തപ്പോൾ അനുചരന്മാരോട് ചോദിച്ചു, അല്ല ആ സഹോദരിയെ തങ്ങളെ അവരും മരിച്ചു, അവര് അത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയൊന്നും അല്ലാത്തത് കൊണ്ട് അങ്ങയുടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് കാണിച്ചു തരൂ അവരുടെ ഖബർ. അവിടെ പോയി പരിശുദ്ധ ഖുർആൻ ഓതി സിയാറത്ത് ചെയ്ത് സഹാബാക്കളോട് പറഞ്ഞു, ആളുകളെ അവരുടെ ജോലിയുടെയോ സമ്പാദ്യത്തിന്റെയോ കുടുംബത്തിന്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങളെക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമയായിരിക്കും അവർ. മറ്റൊരിക്കൽ നോക്കൂ, നിങ്ങൾ പ്രവാചകരും കുട്ടരും ഒക്കെ ഒരുമിച്ചൊരു അസംസ്കാരാനന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മയ്യിത്തുമായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും ഇരിക്കുന്ന ആ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. ബാക്കിയുള്ളവരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. മയ്യിത്ത് കടന്നു പോയപ്പോ കൂടെയുള്ള ആരോ ഒന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, തങ്ങളെ അതെന്തിനാ എഴുന്നേറ്റത്? ഞങ്ങളോടെന്തിനാ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത്? അതൊരു ജൂതന്റെതല്ലേ? ഇന്നത്തെ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ ചോദിക്കും. പക്ഷെ അന്ന് അങ്ങനെയല്ലല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജൂതനാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. കണ്ടോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാലും
ആ കർമ്മബലിയാദം അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലത്തത് കർമ്മബലിയാദം, അത് മരിച്ചാലും മുമ്പ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ പിന്നീട് ആധുനിക ഭരണഘടനകൾ ഉണ്ടാകേണ്ടി വന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലും ആശുപത്രികളിൽ നിന്നും മയ്യത്ത് ആളുകൾ ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്ന രംഗം നമ്മൾ പത്രത്തിൽ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും അപൂർവമായി ഈ മയ്യത്ത് അങ്ങനെ തലയിൽ ചുമന്ന് അല്ലെങ്കിൽ ചാക്കുകെട്ടിൽ ചുമന്ന് അല്ലെങ്കിൽ തക്കാളിപ്പെട്ടി ഒതുക്കി വെച്ച് കൊണ്ടുപോകേണ്ട അപൂർവം സംഭവങ്ങൾ ഇവിടെയും പണ്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ മയ്യത്തിന് എല്ലാവിധ പരിഗണനയും ബഹുമാനവും നൽകണം എന്ന് പറയുന്ന ഒരു മതമാണ് ദീനുൽ ഇസ്ലാം. അൽഹംദുലില്ലാഹ് 163 വർഷം അഥവാ 1.5 സെഞ്ചുറിയും കടന്നതിന് ശേഷം ഈ 13 ഏക്കറിൽ പ്രവിശാലമായി കിടക്കുന്ന ഈ മഹുബറയിലേക്ക് ഇതിന് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളാണ്. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറുകളുള്ള സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതിന് സഹായിച്ച ചെറുപ്പക്കാർക്ക് എല്ലാ അർത്ഥത്തിലും അവരുടെ കുടുംബത്തിലും സമ്പാദ്യങ്ങളിലും ജീവിതങ്ങളിലും തൊഴിലുകളിലും ഒക്കെ അള്ള ബർക്കത്ത് ചെയ്യട്ടെ. എനിക്കിങ്ങനെ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും കേട്ടപ്പോൾ രണ്ടാളെ പറ്റിയും എനിക്ക് വലിയ ഒരു കോൺഫിഡൻസ് വന്നു. ഇതുപോലത്തെ വലിയൊരു മഹല് ഭരിക്കാൻ പറ്റിയവർ തന്നെയാണ് ഈ സെക്രട്ടറിയും പ്രസിഡന്റ്. നിങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് മാറ്റുണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെ പറ്റിയവരാണ് എന്ന് എനിക്ക് ആ കുറഞ്ഞ സമയം അവർ സംസാരിച്ചപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം അവരൊക്കെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി അവർ ഒരുമയോടെ, അവർക്കിടയിൽ ഗ്രൂപ്പിസമില്ല, രാഷ്ട്രീയ വൈജാത്യമില്ല, എല്ലാവരും ഒറ്റക്കെട്ട ഏകോദര സഹോദരന്മാരെ പോലെ പൊതു നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടു. ആ ഒരു മെന്റാലിറ്റി അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. 2018 പേരാമ്പ്രയിൽ നിപ ബാധിച്ചപ്പോൾ ആ നിപ ബാധിച്ച് മരിച്ചവരെ അടക്കം ചെയ്യാൻ നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ നിർദ്ദേശിച്ചത് ഈ കണ്ണമ്പറമ്പ് ശ്മശാനമായിരുന്നു എങ്കിൽ 2019 കോവിഡ് വന്നുകൊണ്ട് പലരും മരിച്ചപ്പോൾ അവർക്കും അന്തി ഉറങ്ങാനുള്ള സ്ഥലം നമ്മളാണ് കണ്ടുവച്ചത് എങ്കിൽ, ഈ സ്ഥലമാണ് പരിഗണിക്കപ്പെട്ടതെങ്കിൽ കോഴിക്കോട് എന്തുകൊണ്ടും അതിനൊക്കെ അർഹതയുള്ളത് തന്നെയാണ്. ഒന്നുകൂടി പറയാം, എയിംസും അർഹത ആലപ്പുഴക്കോ അല്ലെ തൃശ്ശൂരിനോ ഒന്നും അല്ല, അത് കോഴിക്കോടിന് തന്നെയാണ്. ബഹുമാനപ്പെട്ട MLA അടക്കമുള്ളവർ അതിന് വേണ്ട കാര്യങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണർത്തി ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ലഹരിക്കും അടിമപ്പെട്ടു പോകുന്ന ഭയാനകമായ അവസ്ഥയാണ്. മക്കളെയും കുടുംബത്തെയും നമ്മൾക്കുള്ള സാന്നിധ്യങ്ങളിൽ പെട്ടിത്തരുമാറാവട്ടെ. കോഴിക്കോട് കടപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാ തരം ആളുകളും വരുന്ന സ്ഥലമാണ്. ഇവിടെ നന്മ ഇഷ്ടം പോലെ ഉണ്ടാകും, അതുപോലെ തന്നെ തിന്മയും ഉണ്ടാകും. ആ നന്മകളൊക്കെ ഉൾക്കൊണ്ട് തിന്മയെ പരമാവധി ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ, അതിനൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സംസാരം അല്പം ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ, ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മുഴുവൻ ആശംസകളും അർപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.